ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലാഴി റോഡ് ജംഗ്ഷൻ മേൽപ്പാലം ക്രിസ്മസിന് മുൻപായി തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ഉദ്യോഗസ്ഥർ വിരമിച്ചാലും ചുമതല വഹിച്ച കാലയളവിലെ അപ്പീലിൽ ഹാജരാകണമെന്ന് വിവരാവകാശ കമ്മീഷൻ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ച വോട്ടർ പട്ടിക നിരീക്ഷകൻ എസ് ഹരികിഷൻ ജില്ലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. BSNL മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ജീവനക്കാരുടെ പ്രതിഷേധ ധർണ. വിശ്രുത കഥാകാരൻ ബേപ്പൂരിലെത്തിയിട്ട് 60 വർഷങ്ങൾ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. പാലാഴി റോഡ് ജംഗ്ഷൻ മേൽപ്പാലം ക്രിസ്മസിന് മുൻപ് തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. നിർമ്മാണം പൂർത്തിയായ മേൽപ്പാലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാലാഴി റോഡ് ജംഗ്ഷനിൽ നിർമ്മാണം പൂർത്തിയായ മേൽപ്പാലം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സന്ദർശിച്ചു. ദേശീയപാത 66 പ്രധാന റീച്ചായ രാമനാട്ടുകര വെങ്ങളം ബൈപ്പാസിലെ ഏറ്റവും തിരക്ക് പിടിച്ച സ്ഥലമാണ് പന്തിരാങ്കാവ് ഭാഗം. മാൾ, സൈബർ പാർക്ക് എന്നിവ ഉള്ളതിനാൽ ഇവിടെ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. ഇതിന് പരിഹാരമായാണ് ബൈപ്പാസിലെ ഏറ്റവും നീളം കൂടിയ പാലം വിഭാവനം ചെയ്തതെന്ന് മന്ത്രി പറഞ്ഞു. ഇരുവശത്തുമായി 2 മേൽപ്പാലങ്ങളാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. പാലം തുറക്കുന്നതോടെ വലിയ മാറ്റമാണ് വരാൻ പോകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അങ്ങനെ എല്ലാവരും ഒരു ടീമായി നിന്ന് മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വലിയ പ്രശ്നത്തിന് ഇപ്പോൾ പരിഹാരം കാണാൻ വേണ്ടി പോവുകയാണ്. അതിനോട് സഹകരിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സ്ട്രെച്ചിൻ്റെ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള സ്ട്രെച്ചിൻ്റെ പ്രവൃത്തി ഏറെക്കുറെ അടുത്ത മഴക്കാലത്തിന് മുമ്പ് തീർക്കാനാകും എന്നാണ് കരുതുന്നത്. ഈ പാലം നമ്മൾ ഒരു ക്രിസ്മസ് അവധി സമ്മാനമായിട്ടാണ് നൽകുന്നതെങ്കിൽ ഈ പദ്ധതി ഒരു വിഷു സമ്മാനമായി നൽകാൻ പറ്റും എന്നാണ് ഞങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഒരു ഏപ്രിൽ മാസം അവസാനമൊക്കെ ആ സമയമൊക്കെ ആകുമ്പോഴേ വിഷുവിന് മുമ്പായി തന്നെ തീർക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു കഠിന ശ്രമത്തിലാണ്. എന്തായാലും മഴക്കാലത്തിന് മുമ്പ് ഈ പ്രധാന ബൈപ്പാസിൻ്റെ പ്രവൃത്തിയും തീർക്കാനാവും. ഇതിനോട് സഹകരിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുക. രാമനാട്ടുകര വെങ്ങളം ബൈപ്പാസ് അടുത്ത മഴക്കാലത്തിന് മുൻപ് വിഷു സമ്മാനമായി നാടിന് സമർപ്പിക്കാൻ സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഉദ്യോഗസ്ഥർ വിരമിച്ചാലും ചുമതല വഹിച്ച കാലയളവിലെ അപ്പീലിൽ ഹാജരാകണമെന്ന് വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ. വിവരാവകാശ കമ്മീഷൻ ഹിയറിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവരാവകാശ കമ്മീഷൻ ഹിയറിംഗ് ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. വിരമിച്ചു കഴിഞ്ഞാൽ സർവീസ് കാലയളവിൽ വിവരാവകാശ ഓഫീസറുടെ ചുമതലയുള്ളപ്പോൾ ലഭിച്ച വിവരാവകാശ അപേക്ഷകളിന്മേൽ ഉത്തരവാദിത്തമില്ല എന്ന ധാരണ പലർക്കുമുണ്ടെന്നും അത് ശരിയല്ലെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ ഹിയറിംഗിന് ശേഷം വ്യക്തമാക്കി. നിലവിലുള്ള ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ വിരമിച്ചവർ എല്ലാവരും ആൻസറബിളാണ്. വിവരം നൽകാത്ത വിരമിച്ച ഉദ്യോഗസ്ഥരെയും ഹിയറിംഗിന് ഹാജരാവണം. അതുപോലെ തന്നെ മറ്റു നടപടികളുണ്ടെങ്കിൽ അതിനും വിധേയരാകേണ്ടി വരും. അതായത് നമ്മുടെ ആ പീരീഡിൽ മാത്രമല്ല, അത്രയും സ്ട്രോങ് ആണ് നിയമം. ഒരു നിയമം എങ്ങനെ നടപ്പാക്കാം, അതിന് അതിൻ്റെതായ എല്ലാ ഉപാധികളും സ്വീകരിക്കാൻ പറ്റുന്ന മാർഗങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടാണ് നിയമമുള്ളത്. അത്രമാത്രം പ്രാധാന്യം വിവരാവകാശ നിയമത്തിനുണ്ട് എന്നുള്ളത് ഉദ്യോഗസ്ഥരായ എല്ലാവരും ഓർക്കേണ്ടതാണ്. ഹിയറിംഗിൽ പരിഗണിച്ച 12 രണ്ടാം അപ്പീലുകളിൽ 11 എണ്ണവും തീർപ്പാക്കി. KSEBയുടെ അത്തോളി ഇലക്ട്രിക്കൽ സെക്ഷനിൽ സമയബന്ധിതമായി വിവരാവകാശ അപേക്ഷയിൽ മറുപടി നൽകിയതായി കാണാത്തതിനാൽ
സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ കമ്മീഷൻ വിളിച്ചു വരുത്തി. കോഴിക്കോട് കോർപ്പറേഷൻ, പയ്യോളി മുനിസിപ്പാലിറ്റി, പട്ടികജാതി വികസന വകുപ്പ്, വടകര താലൂക്ക് സപ്ലൈ ഓഫീസ്, മലബാർ ദേവസ്വം ബോർഡ്, കുറ്റിക്കാട്ടൂർ വില്ലേജ് എന്നിവയ്ക്കെതിരെയാണ് ബുധനാഴ്ച നടന്ന രണ്ടാം അപ്പീൽ പരാതികൾ വന്നത്. സമയത്തിനുള്ളിൽ മറുപടി നൽകിയില്ല, അവ്യക്തമായ മറുപടി എന്നിവയാണ് പരാതികളിൽ ഭൂരിഭാഗവും. വിവരാവകാശ നിയമം അനുശാസിക്കുന്ന വിധം സമയത്തിനുള്ളിൽ വ്യക്തമായ മറുപടി ഉണ്ടായിട്ടില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും കമ്മീഷൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വോട്ടർ പട്ടികയുടെ പ്രത്യേക സംക്ഷിപ്ത പുതുക്കൽ 2025നോടനുബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ച വോട്ടർ പട്ടിക നിരീക്ഷകൻ എസ് ഹരികിഷോർ ജില്ലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഇലക്ടറൽ റോൾ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വോട്ടർ പട്ടിക പുതുക്കൽ യജ്ഞത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ബന്ധപ്പെട്ട ഇലക്ടറൽ റോൾ ഓഫീസർമാർക്ക് വോട്ടർ പട്ടിക നിരീക്ഷകൻ എസ് ഹരികിഷോർ നിർദ്ദേശം നൽകി. കരട് പട്ടികയുമായി ബന്ധപ്പെട്ട് പുതുതായി ലഭിച്ച തിരുത്തലുകൾ, ചേർക്കലുകൾ, ഒഴിവാക്കലുകൾ തുടങ്ങിയവ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ജില്ലയിൽ പുതിയതായി 73 പോളിംഗ് സ്റ്റേഷനുകൾ നിലവിൽ വന്നതായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. ഇതുപ്രകാരം ജില്ലയിലെ ആകെ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം 2230 നിന്നും 2303 ആയി ഉയർന്നു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ സബ് കളക്ടർ ഹർഷിൽ കുമാർ മീണ, വടകര RDO ഷാമിൻ സെബാസ്റ്റ്യൻ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ശീതൾ ജി മോഹൻ, ഡെപ്യൂട്ടി കളക്ടർമാരായ ഹിമ കെ, അനിതകുമാരി ഇ, PP ശാലിനി, നിസാം M, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ TV നിർമ്മലൻ, PM അബ്ദുൾ റഹ്മാൻ, KM പോൾസൺ, OP അബ്ദുറഹ്മാൻ, MK അബൂബക്കർ ഹാജി, PT ആസാദ് എന്നിവരും തഹസിൽദാർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. BSNL മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ജീവനക്കാർ ധർണ നടത്തി. യൂണിയനുകളായ BSNL EU, AIBDPA, BSNL, CCWF എന്നീ സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ ധർണ നടത്തിയത്. ശമ്പള പരിഷ്കരണവും പെൻഷൻ പരിഷ്കരണവും നടപ്പാക്കുക, BSNL 4G 5G സേവനങ്ങൾ ഉടൻ ആരംഭിക്കുക, രണ്ടാം VRS നീക്കം ഉപേക്ഷിക്കുക, കാഷ്വൽ കരാർ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത്. ഇവിടെ 2007 ശേഷം BSNL മേഖലയിൽ ഒരു തരത്തിലുള്ള വികസനവും നടത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഇവിടെ 2G, 3G, 4G, ഇപ്പൊ 5G, ഇന്നിപ്പോ എല്ലാ സ്വകാര്യ ടെലികോം കമ്പനികളും 5Gയിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ നമ്മളെവിടെ എത്തി നിൽക്കുന്നു? നമ്മൾ 3Gയിൽ. ആ 3G എന്ന് പറയുന്നത് പോലും കേരളം അടക്കമുള്ള സ്ഥലങ്ങളിൽ 50%-ലധികം 3G കടന്നിട്ടില്ല. അപ്പൊ ആരാണ് ഉത്തരവാദി? ഈ സ്ഥാപനം വളരണമെന്നുണ്ടെങ്കിൽ സ്വകാര്യ ടെലികോം കമ്പനികളോട് മത്സരിക്കണം. മത്സരിക്കാൻ ഇവിടെയുള്ള എല്ലാവരും തയ്യാറാണ്. എന്നാൽ ഗവൺമെന്റ് ആ മത്സരിക്കാൻ ആവശ്യമായിട്ടുള്ള വിഭവം നമുക്ക് തരുന്നില്ല. ആ വിഭവമാണ് BSNLിലെ വികസനം. നമ്മൾ പറഞ്ഞില്ല, നമ്മുടെ കൈവശമുള്ള 49,300 ടവറുകൾ 4G ആയി അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുന്ന ടവറുകളാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ 49,300 ടവറുകൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഇവിടെ 4G സേവനം ആരംഭിക്കണം. ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾക്ക് സ്പെക്ട്രം തന്നിട്ടുണ്ട്, ആ സ്പെക്ട്രം വെച്ച് തൽക്കാലം അവിടെ ഇരുന്നാൽ മതി. ഈ 49,300 ടവറുകൾ ഞങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, പകരം ഞങ്ങൾ വീണ്ടും ടെൻഡർ വിളിക്കാൻ പോകുന്നു. ധർണാ സമരം LIC എംപ്ലോയീസ് യൂണിയൻ സോണൽ നേതാവ് IK ബിജു ഉദ്ഘാടനം ചെയ്തു. VAN നമ്പൂതിരി, M വിജയകുമാർ, സന്തോഷ് കുമാർ PP, A പുരുഷോത്തമൻ, CK വിജയൻ, KV ജയരാജൻ, രേഖ K, ബാലൻ പുനശ്ശേരി, K സുനിൽകുമാർ, S ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സുവർണ ഓൾ ഇന്ത്യ വുമൺസ് കോൺഫറൻസ് 75ാം വർഷത്തിലേക്ക് കടക്കുന്നു. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ഡിസംബർ 1 കോഴിക്കോട്ട് നടക്കും. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഖരമാലിന്യ സംസ്കരണം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ഡിസംബർ 1 തീയതിയാണ് ഈ ഒരു പരിപാടി. ഹോട്ടൽ അളകാപുരിയിലത്തെ ജൂബിലി ഹാളിൽ വെച്ചിട്ടാണ് 4:30 മണിക്ക് വൈകുന്നേരം. അതേ ഫ്ലോറിൽ ടെറസ് ഹാൾ തൊട്ടടുത്ത് തന്നെ പ്രോഗ്രസീവ് മിഷൻ സുവർണയുടെ ചില പ്രവർത്തനങ്ങളുടെ പ്രകാശനം ഉണ്ടായിരിക്കും. അപ്പൊ 4:30 ഉള്ളിൽ നിങ്ങൾക്ക് ഇത് സന്ദർശിക്കാം. AIWC കോഴിക്കോട് ശാഖയായ സുവർണയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ഡിസംബർ 1 അളകാപുരി ഹോട്ടലിൽ നടക്കും. AIWC പ്രസിഡന്റ് കല്യാണി രാജ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. സിനിമാ തിരക്കഥാകൃത്ത് ദീദി ദാമോദരൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ഇതുവരെ സുവർണ നടത്തിവന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശനം ഉണ്ടാകും. അംഗങ്ങൾ അവതരിപ്പിക്കുന്ന ലഘുനാടകം, നൃത്തനൃത്യങ്ങൾ, സംഘഗാനം എന്നിവയും അരങ്ങേറുമെന്ന് സുവർണ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു 500ഓളം ശാഖകളുണ്ട് ഈ AIWCക്ക് ഇന്ത്യ ഒട്ടുക്ക്. സുവർണ അതിൽ വളരെ ആക്റ്റീവായ ഒരു ശാഖയാണ്. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ചിത്ര കൃഷ്ണമൂർത്തി, സെക്രട്ടറി ശശികല തമ്പാൻ, ട്രഷറർ M ലക്ഷ്മിബായി, ഭുവനേശ്വരി രവീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിശ്രുത കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ കോഴിക്കോട്ടെത്തിയിട്ട് 60 വർഷങ്ങൾ. 1964 തലയോലപ്പറമ്പിൽ നിന്നുമാണ് ബഷീർ കുടുംബസമേതം കോഴിക്കോട്ടെ ബേപ്പൂരിലെത്തിയത്. എറണാകുളത്തെ ബഷീർ ബുക്ക് സ്റ്റാൾ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന് വിറ്റപ്പോൾ കിട്ടിയ പണം കൊണ്ടാണ് 1958 തലയോലപ്പറമ്പ് ടൗണിന്റെ ഹൃദയഭാഗത്ത് ഇടയത്ത് മത്തച്ഛനിൽ നിന്നും 12.5 സെന്റ് സ്ഥലം ബഷീർ വാങ്ങിയത്. 1960 ഇവിടെ വീട് പണിതു. വീട്ടുപേര് അസ്ഹർ കോട്ടേജ്. ഭാര്യ ഫാബിയുമൊത്ത് അവിടെ താമസം തുടങ്ങി. ഫാബിയുടെ പിതാവിന്റെ മരണത്തിന് ശേഷമാണ് കോഴിക്കോട്ടേക്ക് കഥാകാരൻ താമസം മാറ്റിയത്. ബഷീർ ബുക്ക് സ്റ്റാളിലെ നിത്യസന്ദർശകനും ഫെഡറൽ ബാങ്ക് സ്ഥാപകനുമായ KP ഹോർമിസുമായുള്ള സൗഹൃദം മൂലം തലയോലപ്പറമ്പിലെ വീടും പറമ്പും ഫെഡറൽ ബാങ്കിനാണ് ബഷീർ വിറ്റത്. 1964 നവംബർ 28 24,000 രൂപ വിലയ്ക്ക് ഫെഡറൽ ബാങ്ക് ആ സ്ഥലം വാങ്ങുകയായിരുന്നു. ബഷീർ കുടുംബസമേതം കോഴിക്കോട്ടേക്ക് താമസം മാറ്റിയിട്ട് 60 വർഷങ്ങൾ തികയുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബോച്ചെ 1000 ഏക്കറിൽ 1000 ബൈക്ക് റൈഡർമാർ പങ്കെടുക്കുന്ന സെർവോ യൂത്ത്ഫുൾ വയനാട് 1000 റൈഡേഴ്സ് ടു ബോച്ചെ 1000 ഏക്കർ നവംബർ 30 ഡിസംബർ 1 നടക്കും. റോയൽ എൻഫീൽഡ് ഹിമാലയൻ ക്ലബും പെറ്റ്ലോക്ക് മോട്ടോർ സ്പോർട്ടും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലുള്ള 1000-ൽ പരം ബൈക്ക് റൈഡേഴ്സ് 30-1 തീയതികളിൽ ഡിസംബർ 1, നവംബർ 30 ആൻഡ് ഡിസംബർ 1 ദിവസങ്ങളിൽ 2 ദിവസത്തെ പരിപാടിയാണ്. രാവിലെ 10 മണി മുതൽ ഞായറാഴ്ച ഫസ്റ്റ് 2 മണി വരെ അങ്ങനെയാണ് പ്രോഗ്രാം. അതിൽ ബോച്ചെ 1000 ഏക്കേഴ്സ്, ഇന്ത്യാസ് ലാർജസ്റ്റ് റിസോർട്ട് ആൻഡ് എന്റർടൈൻമെന്റ് പാർക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യാണ്. ബൈക്ക് റൈഡിംഗ് ഇവന്റിൽ അഡ്വഞ്ചർ ഓഫ് റോഡ് റൈഡുകൾ, RC മോട്ടോർ ഷോ, ട്രഷർ ഹണ്ട്, സ്റ്റേജ് പ്രോഗ്രാമുകൾ, ലൈവ് DJ, യോഗ, സുംബ, ജംഗിൾ സഫാരി, വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കാനുള്ള ബൈക്ക് റൈഡ് എന്നീ വിവിധ പരിപാടികൾ ബോച്ചെ 1000 ഏക്കറിൽ അരങ്ങേറും. ഡിസംബർ 1 രാവിലെ 10 മണിക്ക് ബോച്ചെ 1000 ഏക്കറിൽ നിന്നും ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ബൈക്ക് റാലി കർണാടകയിലെ ഗുണ്ടുൽപേട്ടിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് അവസാനിക്കും.
അവിടെ വെച്ച് റൈഡേഴ്സിന് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. പരിപാടിയോടനുബന്ധിച്ച് കൽപ്പറ്റ SKMJ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വേൾഡ് റെക്കോർഡിന് വേണ്ടി ബൈക്കുകൾ കൊണ്ട് ബോച്ചെ എന്ന അക്ഷരങ്ങൾക്ക് രൂപം നൽകുന്ന ബൈക്കോഗ്രഫിയും ഉണ്ടായിരിക്കുമെന്ന് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. Contact www.bocheentertainments.com എന്ന വെബ്സൈറ്റ് or 8891721735 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. ഇതിനൊരു ലക്ഷ്യം കൂടി ഉണ്ട്. വയനാടിന്റെ ടൂറിസം തിരിച്ചു പിടിക്കുക. ലാൻഡ് സ്ലൈഡിന് ശേഷം എല്ലാവർക്കും വയനാട് മൊത്തം വളരെ സ്ലോ ആണ് ടൂറിസം. അപ്പോൾ ഇതുപോലെയുള്ള പല പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അത് തിരിച്ചു പിടിക്കാവുന്ന ഒരു ലക്ഷ്യം കൂടെ ഇതിന്റെ ബാക്കിലുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചു. കാർഷിക വ്യാപാര മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാർ ഇല്ലാതെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന GCD മാർട്ട് പദ്ധതിയാണ് ആദ്യം വിപണിയിൽ എത്തുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ 40ഓളം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാണ് GCD മാർട്ടിലൂടെ ലഭ്യമാക്കുക. വിവിധ കമ്പനികളുമായി ധാരണയായതിനെ തുടർന്ന് ഓൺലൈനിൽ ഇവ ലഭ്യമാണ്. GCDmart.com തുറന്ന് ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ വഴി ലഭിക്കും. ഇതിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതം GCD കുടുംബാംഗങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നീക്കിവെക്കും. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു ജനകീയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അതിപ്പോൾ നിലവിൽ 3-4 കമ്പനിക്കാരുടെ കൈവശമുള്ളത്. ഇതിനെല്ലാം തന്നെ ജനകീയമാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് നല്ല പ്രൊഡക്റ്റുകൾ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇടനിലക്കാരിലാണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഇതിൻ്റെ ബെനിഫിറ്റ് സാധാരണപ്പെട്ട GCD ഫാമിലിയിലേക്കും അതുപോലെ തന്നെ ചാറ്റ് പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു ജനകീയ പ്രസ്ഥാനം ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. സമ്പദ് വ്യവസ്ഥയിൽ സുപ്രധാന മേഖലയാണ് ക്രിപ്റ്റോ ഡിജിറ്റൽ ടോക്കൺ. ആഗോള വിപണിയിൽ GCD ക്രിപ്റ്റോ ടോക്കൺ വലിയ സാധ്യതകളാണ് തുറക്കുന്നത്. GCD ടോക്കൺ എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ബിസിനസ്സാണ് ക്രിപ്റ്റോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിപ്റ്റോ അസറ്റ് വാങ്ങി വെക്കുന്നത് ലോകത്തെ ഏത് രാജ്യത്തുള്ള ആൾക്കാർക്കും ഈ ക്രിപ്റ്റോ അസറ്റ് വാങ്ങി വെച്ചുകൊണ്ട് ഇതിൻ്റെ മൂല്യം കൂടുന്നതനുസരിച്ചിട്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മുടെ പ്രൊജക്ടിൻ്റെ ലാഭവിഹിതം ഇവർക്ക് കിട്ടുകയും ചെയ്യും. ഇത്തരത്തിൽ സാധാരണപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യത്തിലൊന്ന്. ഓൺലൈൻ ഷോപ്പിംഗ് ഉൾപ്പെടെ ജനകീയ പങ്കാളിത്തത്തോടെ നടത്തുന്ന 10ഓളം പദ്ധതികളാണ് GCD പരിചയപ്പെടുത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര ഥാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പെരുവയലിൽ പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമാകുന്നു. താരലേലത്തിലൂടെയാണ് കളിക്കാരെ തെരഞ്ഞെടുക്കുന്നത്. 7ാം തവണയാണ് പെരുവയൽ ലീഗ് സംഘടിപ്പിക്കുന്നത്. പെരുവയലിലെയും സമീപ പ്രദേശത്തുമുള്ള കായിക താരങ്ങൾക്ക് അവസരം നൽകിക്കൊണ്ട് പെരുവയൽ ടർഫ് കോർട്ടിൽ 7ാം തവണ വീണ്ടും പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമാകുന്നു. വളരെ വിജയകരമായ രീതിയിലാണ് ഇതുവരെ പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റുകൾ നടത്തുന്നതിനായി ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചിട്ടുള്ളത്. പെരുവയൽ പ്രീമിയർ ലീഗ് പെരുവയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷം തന്നെയാണ്. 6 തവണയും വളരെ മികച്ച രീതിയിലാണ് ടൂർണമെന്റുകൾ നടത്താൻ സാധിച്ചിട്ടുള്ളതെന്ന് പെരുവയൽ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് മെമ്പർ ഉനൈസ് അരിക്കൽ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 7 വർഷവും വളരെ വിപുലമായ രീതിയിൽ വളരെ ആവേശത്തോടു കൂടി പെരുവയൽ പ്രദേശത്തിൽ ഉത്സവമാക്കി മാറ്റിയിട്ടാണ് സമാപിക്കാറുള്ളത്. ഈ പ്രാവശ്യവും വളരെ നല്ല നല്ല പ്ലേയേഴ്സ് കളിക്കുന്ന ഒരു കളിയാണ് പെരുവയൽ പഞ്ചായത്ത് തന്നെ. ഫുട്ബോൾ പ്രേമികൾ അതുപോലെ തന്നെ സ്പോർട്സ് രംഗത്തൊക്കെ ഒരുപാട് ആളുകളുള്ള, ഒരുപാട് പ്രോത്സാഹനം നൽകുന്ന ആളുകളുള്ള
എല്ലാ രീതിയിലും ഫുട്ബോളിനെ പിന്തുണയ്ക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം. ആ പ്രദേശത്തെ പ്രീമിയർ ലീഗിന്റെ സീസൺ 7 ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിന്റെ താരലേലമാണ് നടക്കുന്നത്. പെരുവയലിലെ കലാ, കായിക, സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ, സന്നദ്ധ മേഖലകളിലുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ഇതിനായി എടുത്തു പറയേണ്ടത് തന്നെയാണ്. കായിക താരങ്ങൾ പ്രത്യേകം രജിസ്റ്റർ ചെയ്ത് താരലേലം നടത്തിയതിനു ശേഷമാണ് കളിക്കാരെ തിരഞ്ഞെടുക്കുന്നത്. ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് മലാപ്പറമ്പ് ശാഖയുടെ വായ്പാമേള പറമ്പിൽ ബസാറിൽ നടന്നു. കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരിത ഉദ്ഘാടനം നിർവഹിച്ചു. ദി കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് മലാപ്പറമ്പ് ശാഖയുടെ നേതൃത്വത്തിൽ പറമ്പിൽ ബസാറിൽ മെഗാ വായ്പാമേള സംഘടിപ്പിച്ചു. കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരിത എ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, വാങ്ങിയെടുക്കാൻ നമുക്ക് വളരെയേറെ ആഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ അതൊരു താല്പര്യമായിരിക്കും. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ ആ ഭദ്രത മനസ്സിലാക്കിക്കൊണ്ട് അത് തിരിച്ചടയ്ക്കാനുമുള്ള ഒരു സമീപനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു സാമ്പത്തിക സ്ഥാപനങ്ങളും നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ മികച്ച രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അവ തരുന്ന പണം നമ്മൾ കൃത്യമായിട്ട് അടച്ചെങ്കിൽ മാത്രമേ പുതിയ ആളുകൾക്ക് ഇതുപോലുള്ള ലോണുകൾ നമുക്ക് ബാങ്കിന് കൊടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ബാങ്ക് ഡയറക്ടർ മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. കുരുവട്ടൂർ വാർഡ് അംഗം രാമൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോമനാഥൻ, ബാങ്ക് ഡയറക്ടർ അഭിരാമി, വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ഷൺമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് AGM പ്രസന്നകുമാരി, മാനേജർ പുഷ്പലത തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇനി സിനിമാ ജാലകം. The new standard for on-demand international quality films in digital high definition. കഥാ, തിരക്കഥ, സംഭാഷണം ടി ദാമോദരൻ. സിനിമയുടെ ടൈറ്റിൽ കാണിക്കുമ്പോൾ തിയേറ്ററിൽ ആരവമുയർത്തിയ പേരായിരുന്നു ഇത്. മലയാളത്തിലെ ആൾക്കൂട്ട രാഷ്ട്രീയ സിനിമകളുടെ എക്കാലത്തെയും വിജയ ഫോർമുലയായിരുന്നു ടി ദാമോദരൻ. ദാമോദരൻ മാഷെ കുറിച്ചുള്ള ഓർമ്മകളിലേക്ക്. സിനിമാക്കാരുടെയും നാട്ടുകാരുടെയും ദാമോദരൻ മാഷ് തച്ചമ്പലം വീട്ടിൽ ചോയ്ക്കുട്ടിയുടെയും ഉണ്ണിമായയുടെയും മകനായി 1935 കോഴിക്കോട്ട് ജനിച്ചു. ബേപ്പൂർ ഹൈസ്കൂളിൽ കായികാധ്യാപകനായിരിക്കെ നാടക നടനായും നാടകരചയിതാവായും തിളങ്ങി നിൽക്കെ പി ഭാസ്കരന്റെ ശ്യാമള ചേച്ചി എന്ന സിനിമയിൽ മുഖം കാണിച്ചുകൊണ്ടാണ് സിനിമാ രംഗത്ത് എത്തുന്നത്. ഹരിഹരന്റെ ലവ് മാരേജ് എന്ന ചിത്രത്തിനാണ് ആദ്യമായി ടി ദാമോദരൻ തിരക്കഥ ഒരുക്കുന്നത്. 25ഓളം സിനിമകൾ ചെയ്ത IV ശശി, ടി ദാമോദരൻ കൂട്ടുകെട്ടിന്റെ മിക്ക സിനിമകളും അക്കാലത്ത് സൂപ്പർ ഹിറ്റുകളായിരുന്നു. തീ പാറുന്ന സംഭാഷണങ്ങളും ആനുകാലിക രാഷ്ട്രീയവും മാഷുടെ സിനിമയുടെ ചേരുവകളായിരുന്നു. ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തത് IV ശശിക്കൊപ്പമായിരുന്നു. പ്രിയദർശൻ, വിജി തമ്പി, VM വിനു, ഭരതൻ, മണിരത്നം, TS സുരേഷ് ബാബു, ഹരിഹരൻ തുടങ്ങി GS വിജയൻ വരെ മാഷുടെ തിരക്കഥകൾക്ക് ദൃശ്യസാക്ഷാത്കാരം ഒരുക്കിയ പ്രഗത്ഭർ അനേകമാണ്. അങ്ങാടിയിലെ ജയന്റെ ഇംഗ്ലീഷ് ഡയലോഗും വാർത്തയിലെയും ഇൻസ്പെക്ടർ ബൽറാമിലെയും മമ്മൂട്ടിയുടെ ഡയലോഗുകളും ദാമോദരൻ മാഷുടെ സംഭാഷണ ശൈലികൾക്ക് ഉദാഹരണമാണ്. ഉൾക്കാമ്പുള്ള ശക്തമായ കഥാപാത്രങ്ങളായിരുന്നു ദാമോദരൻ മാഷുടെ സിനിമകളുടെ പ്രത്യേകത. മോഹൻലാലിന്റെ ആര്യൻ, അഭിമന്യു തുടങ്ങിയ പ്രിയദർശൻ, ടി ദാമോദരൻ ചിത്രങ്ങൾ തിയേറ്ററുകളെ ഉത്സവ പറമ്പുകളാക്കി മാറ്റിയിരുന്നു. ജയനെയും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ജനപ്രിയരാക്കിയതിൽ ദാമോദരൻ മാഷുടെ സിനിമകൾ പ്രധാന പങ്കുവഹിച്ചു. ദാമോദരൻ മാഷുടെ മിക്ക സിനിമകളും ചിത്രീകരിച്ചത് കോഴിക്കോട്ടും പരിസരങ്ങളുമായിരുന്നു. ദാമോദരൻ മാഷിന്റെ വ്യത്യസ്തമായ രീതിയിലുള്ള ഫുട്ബോൾ കമന്ററി കോഴിക്കോട്ടെ പഴയ ഫുട്ബോൾ പ്രേമികൾ ഇന്നും ഓർക്കുന്നു. 2012 മാർച്ച് 28-ന് 77-ാമത്തെ വയസ്സിൽ കാലയവനികൾക്കുള്ളിൽ മറിഞ്ഞ ടി ദാമോദരൻ മാഷ് സൃഷ്ടിച്ച തിരക്കഥാ രചനയിലെ സിംഹാസനം ഒരു ദശാബ്ദത്തിനപ്പുറവും ഒഴിഞ്ഞു തന്നെ കിടക്കുന്നു. ജില്ലാ വാർത്തകൾ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലാഴി റോഡ് ജംഗ്ഷൻ മേൽപ്പാലം ക്രിസ്മസിന് മുൻപായി തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഉദ്യോഗസ്ഥർ വിരമിച്ചാലും ചുമതല വഹിച്ച കാലയളവിലെ അപ്പീലിൽ ഹാജരാകണമെന്ന് വിവരാവകാശ കമ്മീഷൻ.
കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ച വോട്ടർ പട്ടിക നിരീക്ഷകൻ എസ് ഹരികിഷൻ ജില്ലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. BSNL മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ജീവനക്കാരുടെ പ്രതിഷേധ ധർണ. വിശ്രുത കഥാകാരൻ ബേപ്പൂരിലെത്തിയിട്ട് 60 വർഷങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.